ഹലോ ഗേസ്, അപ്പോൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. ഞാൻ കുറച്ച് ഡിപ്രഷനൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ജോബൊന്നും സെറ്റായില്ലായിരുന്നു. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജോബില്ലാതിരിക്കുന്ന ഒരവസ്ഥ അറിയാമല്ലോ. എനിക്ക് ഒരു വർഷം ഞാൻ ജോബ് ചെയ്തായിരുന്നു, പക്ഷേ കോൺട്രാക്ട് പീരീഡ് തീർന്നതും അത് കഴിഞ്ഞ്. പിന്നെ ഞാൻ അക്കൗണ്ടൻറ്റ് ഫീൽഡാണ് തപ്പിക്കൊണ്ടിരുന്നത്. തപ്പി ഒരു വർഷം എടുത്തിരുന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഞാൻ എന്താ പറയുക, ഒരളിഞ്ഞൊരവസ്ഥയിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഏകദേശം ഓക്കെ ആയി. പക്ഷേ അക്കൗണ്ടൻറ്റ് ജോബൊന്നുമല്ല അത്. എത്രയെന്നും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന. അപ്പം ഈ ഒരു വർഷവും ഞാൻ വീട്ടുകാരുടെ ചിലവിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അത് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ. എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിന് പൈസ ചോദിക്കണം. അതുകൊണ്ട് തൽക്കാലം ഞാൻ അക്കൗണ്ടൻറ്റ് ജോബ് അവിടെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോബൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം വേറൊരു ജോബിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടൻറ്റ് ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ CV കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പം അവരിപ്പം ഞാൻ അക്കൗണ്ടൻറ്റ് ജോബ് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, ടൈം ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് പറയാനൊന്നുമില്ല. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുക. അപ്പം ജസ്റ്റ് വേറൊരു ജോലിക്ക് കയറുവാണെങ്കിൽ എനിക്ക് അതെങ്കിലും പറയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ജോബിന് കയറാനായിട്ട് പോവാണ്. അപ്പോൾ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണിപ്പോൾ. കാരണം സ്വന്തമായിട്ടൊരു ഇൻകം വരിക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമല്ലേ. നമ്മളെ കാര്യം നമുക്ക് തന്നെ നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം നമുക്ക് വേറെ ആരെയും പാരൻസിനെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെയാണെങ്കിലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അപ്പം തന്നെ പൊക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ആരെയും കാല് പിടിക്കാനോ അല്ലെങ്കിൽ തരോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാനോ ഒന്നും എനിക്ക് ആവശ്യമില്ലല്ലോ. സോ എനിക്കൊരു ജോബെന്ന് വെച്ചാൽ അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് ക്രേസൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ജോലി എനിക്ക് നല്ലതല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം വരച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർ ആണ്. അതേപോലെ ഒന്നും ആയില്ല, എങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.